എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാവിനെ സംബന്ധിച്ച് പറയാനുള്ളത്, പ്ലാവ് എപ്പോഴും നടുന്നത് മഴക്കാലത്താണ് നല്ലത്. നമ്മൾ നടുന്ന എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കുറച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലവും നല്ല കുഴിയെടുത്ത്, ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം 4 തെങ്ങിൻ്റെ നടുക്ക വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ആവറേജ് നമുക്ക് ഒരു വർഷം ഒരു 40 മുതൽ 50-55 ചക്ക കിട്ടുന്നുണ്ട്. 30 വർഷം മേലെ പഴക്കമുള്ള ഒരു തേൻവരിക്ക പ്ലാവാണിത്. നമ്മുടെ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തേൻവരിക്ക പ്ലാവിനെ പറ്റിയാണ്. നമ്മുടെ ഒരു തേൻവരിക്ക പ്ലാവ്, ഇത് 30 വർഷം മേലെ പഴക്കമുള്ള ഒരു തേൻവരിക്ക പ്ലാവാണിത്. കാണാം, നിറയെ ചക്കകളുണ്ട്. ശരാശരി ഒരു വർഷം നമുക്കിതിനകത്തുനിന്ന് 50ഓളം ചക്ക എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. ആവറേജ് ഇന്നത്തെ എണ്ണം കുറയുന്നില്ല, 40-ൽ താഴോട്ട് പോകത്തേയില്ല. അപ്പോൾ ഞാൻ ഒരു 3-4 വർഷമായിട്ട് എല്ലാ വർഷവും ഇത് എണ്ണി നോക്കുന്നുണ്ട് ഏകദേശം എത്ര നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാവാണ് തേൻവരിക്ക. ഇതിന് നിങ്ങൾക്കറിയാം, ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കമ്പെല്ലാം കുശിതിരിക്കുന്നത്. അതിൻ്റെ ഈ സൈഡിലെല്ലാം വന്ന് ബ്രാഞ്ചസിലെല്ലാം ചക്ക കായ്ച്ചിട്ട് ചക്കയുടെ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോയതാണ്. ഇതിൻ്റെ അകത്ത് 3 കമ്പ് ഇതുപോലെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. 1, 2, അവിടെ 3. ഇത് നമ്മൾ ചക്ക കൂടുതൽ കായ്ച്ചിട്ട് വെയിറ്റ് കൊണ്ട് അത് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ അത്രയും ചക്ക ഇതിന് പിടിക്കുന്നുണ്ട്. ചില വർഷം ചില ശാഖകളൊക്കെ നല്ലോണം പിടിക്കും, ചിലതിൽ കുറവായിരിക്കും. പക്ഷേ എങ്കിലും ആവറേജ് നമുക്ക് ഒരു വർഷം ഒരു 40 മുതൽ 50-55 ചക്ക കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്ലാവിൻ്റെ ഈ തടിയെക്കൂടെ താഴെയെല്ലാം ഫുള്ള് ചക്കയായിരുന്നു. ഈ വർഷം താഴെ കുറവാണ്, ഒരിക്കലും മേലോട്ടാണ്. അപ്പം നമുക്ക് പറിക്കാൻ പാകമായി. നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. നമ്മൾ തിന്നു കഴിഞ്ഞാൽ തേനൂറും. നല്ല മഞ്ഞ കളറിലാണ്, നല്ല വലിപ്പമുള്ള ചുളയാണ്, വലിപ്പമുള്ള കുരുവാണ്. എല്ലാം കൊണ്ടും നല്ല വലുപ്പം. നമുക്കൊരു ചക്ക ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ശരി, ഇന്നത്തെ അണുകുടുംബമൊക്കെ ആണെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ ഉള്ളതുണ്ട്. അപ്പം ഈ ചക്കയുടെ വേറെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്ക വരട്ടാനൊക്കെ ഏറ്റവും നല്ല സൂപ്പർ ചക്കയാണ്. ഞങ്ങളിപ്പം പല വരിക്കപ്ലാവുണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും സക്സസ് ആയിട്ട് കാണുന്ന ഈ ചക്ക വരട്ടാനൊക്കെ വരട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്ലാവിൻ്റെ ചക്കയാണ്. ഇത് ധാരാളം പേര് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ തൊട്ടടുത്ത പയ്യന്നൂരിൽ നിന്ന് ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ DYSP ഓഫീസ്. അവിടെ നിന്നൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും വന്ന് നമ്മുടെ ചക്ക കൊണ്ടുപോകുന്നുണ്ട്. അവർക്കെല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇനത്തിൽപ്പെട്ട പ്ലാവാണ് തേൻവരിക്ക. ഇപ്പം നമ്മൾ പുതിയ പല ഇനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തേൻവരിക്കയോളം പറ്റുന്നത് ഒന്നുമില്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പല വെറൈറ്റി പല ടേസ്റ്റിലൊക്കെ വരുന്നുണ്ട്, എല്ലാം നല്ല ചക്കയാണ്. പക്ഷേ തേൻവരിക്ക എന്ന് പറഞ്ഞാൽ അത് വേർത്താണ്. ഇത് ഞാൻ കന്യാകുമാരി ജില്ലയിൽ കുഴിത്തറ എന്ന സ്ഥലത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അന്ന് നമ്മുടെ ഇവിടെ ഒന്നും ഈ അങ്ങനെ ബെഡ് പ്ലാവൊന്നും അങ്ങനെ കിട്ടുന്ന ഒരു സമയമൊന്നുമല്ല, അന്ന് പ്രചാരത്തിലില്ല. അന്ന് നമ്മൾ റബ്ബർ നഴ്സറിയൊക്കെ ഉള്ളപ്പം റബ്ബറിൻ്റെ കുരു എടുക്കാനും തൈ എടുക്കാനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് ട്രെയിനിൽ വെച്ച് കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ചതാണ്. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പോയി. ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് നല്ല വളർന്ന് പന്തലിച്ച് കണ്ടോ, നിങ്ങൾക്ക് നല്ല ബുഷായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. അങ്ങനെ ഒരു പ്ലാവാണ്, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ഇതൊക്കെയാണ് തേൻവരിക്ക പ്ലാവിനെ പറ്റി പറയാനുള്ളത്. നല്ല ഇത് നമ്മൾ നടുന്ന ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കുറച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലവും നല്ല കുഴിയെടുത്ത്, ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം 4 തെങ്ങിൻ്റെ നടുക്ക വെച്ചിരിക്കുന്നത്. അപ്പം തെങ്ങിനും ശല്യമില്ല, പ്ലാവിനും കുഴപ്പമില്ല. ആ രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കൃഷി ചെയ്യുമ്പം നല്ല ഇതുപോലെ ഒരു 2-2.5 അടി കുഴിയെടുത്ത് നല്ല ജൈവവളമൊക്കെ നിറച്ച്, സാധാരണ ഞാൻ വീഡിയോ പറയുന്ന പോലെ തന്നെ നമ്മൾ 2.5 അടി കുഴിയെടുത്ത് അതിനകത്ത് ജൈവവളം നിറച്ച് മഴക്കാലമാണെങ്കിൽ നമ്മളൊരു മിനിമം 15 ദിവസം വെച്ച് കഴിഞ്ഞാൽ മണ്ണ് അമർന്ന് കിട്ടും. അതിനകത്തേക്ക് ബെഡ് അതിൻ്റെ താഴെ ഭാഗം നിൽക്കുന്ന രീതിയിൽ മണ്ണിട്ട് മൂടി അത് ചെയ്യുക. വേനൽക്കാലത്താണ് നടുന്നതെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം, കുഴി കുത്തി മണ്ണ് മൂടി. അതിനുശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാവിനെ സംബന്ധിച്ച് പറയാനുള്ളത്, പ്ലാവ് എപ്പോഴും നടുന്നത് മഴക്കാലത്താണ് നല്ലത്. വേനൽക്കാലത്ത് നടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇത് പാലുള്ള വൃക്ഷമാണ്. ചെറിയ നമ്മളെ കൂടെ പൊട്ടിക്കുമ്പോൾ ചെറിയ ഒരു ഇളക്കം തട്ടിയാൽ പോലും ആ ചെടി പോകും. പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പ്ലാവ് വെച്ചിട്ട് പോയി. അപ്പം നമ്മൾ ഏത് ചെടികളാണേലും
നട്ട് ശേഷം ഒരു 15 ദിവസത്തിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നടുന്ന രീതി കൊണ്ടാണ് പോകുന്നത്. മണ്ണിന് ഇളക്കം തട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരിക്കലും പോവുകയില്ല. നമ്മൾ നേഴ്സറികളിൽ അറിയാം ഈ തൈകളൊക്കെ ഇരുന്ന് അങ്ങനെ എത്രയോ കാലം ഇരിക്കുന്നൊരു കുഴപ്പമില്ല. അപ്പം അത് പോകുന്നതിൻ്റെ കാരണം നമുക്ക് വെക്കുമ്പോൾ ശ്രദ്ധാക്കുറവുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും അതുപോലെ തന്നെ പ്ലാവ് എന്നൊക്കെ പറഞ്ഞ വൃക്ഷം വലുത് വെക്കാതിരിക്കാൻ നല്ലത്, ചെറിയതാണ് എപ്പോഴും നല്ലത്. ഓവർ വലിപ്പമുള്ളതൊക്കെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇളക്കം തട്ടിയാൽ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ 10,000, 1000, 1500, 2000, 3000 ഒക്കെ കൊടുത്ത് വാങ്ങിയിട്ട് അത് നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്ത് കായ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയതാണ് നല്ലത്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ നടീരീതിയെ പറ്റി പറയാനുള്ളത്. പ്ലാവിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കേടൊന്നും ബാധിക്കുന്നത് കാണുന്നില്ല. അത് സീസണാണ്. നേരത്തെ അതിന് കായൊക്കെ പിടിക്കുവാണെങ്കിൽ മഴയ്ക്ക് മുമ്പ് അത് തീരും. മഴയായി കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറ്റം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ, വേറൊരു കുഴപ്പവും കാണുന്നില്ല. നമുക്ക് ആർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് തേൻ വരിക്ക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.